എൻട്രൻസിന്റെ ഒക്കെ ടെൻഷൻ കൊണ്ട് പറഞ്ഞു പോയതാ മമ്മി. പഠിക്കാൻ ഒരുപാടുണ്ട്. എത്ര ശ്രമിച്ചിട്ടും പഠിച്ചതൊന്നും എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നില്ല. അതിന്റെ സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ. നിങ്ങൾ എന്നോടൊന്ന് ക്ഷമിക്കണം. പോട്ടെ, സാരല്ല മോളെ. ഞങ്ങൾക്ക് മോളോട് ഒരു ദേഷ്യമില്ല. മോളെ, നമ്മളിൽ എല്ലാവരിലുണ്ട് ഒരുപാട് നന്മയും തിന്മയും ഒക്കെ. അതില് നാം തെരഞ്ഞെടുക്കേണ്ട വഴിയാണ് നന്മ. ആ വഴിയായിരിക്കണം നമ്മുടെ ലക്ഷ്യം. മോൾക്ക് പിണക്കാട്ടച്ചനെ കുറിച്ച് അറിയോ? ജോൺ പിണക്കാട്ടച്ചനെ. അച്ഛൻ 29 കൊല്ലം ജീവിച്ച ഈ മണ്ണിലാ നാം ഇപ്പൊ കാലുകുത്തി നിൽക്കുന്നത്. ഒരുപാട് നന്മ നിറഞ്ഞ മനുഷ്യൻ. ഈ പ്രകൃതിയിലും ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യരിലും ദൈവസാന്നിധ്യം ദർശിച്ചവൻ. അക്ഷരജ്ഞാനം കടന്നു വരാത്ത ഈ കുഗ്രാമത്തിൽ ഏത് പാവപ്പെട്ടവനും വിദ്യ അഭ്യസിക്കുവാൻ വേണ്ടി ഈ പള്ളിക്കൂടവും ഇവിടുത്തെ മഠവും അച്ഛൻ ഏറ്റെടുത്തു. അച്ഛൻ സ്ഥാപിച്ച മഠത്തിലെ നസ്രത്ത് സിസ്റ്റേഴ്സിനെ തന്നെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാൻ ഇവിടെ നിയമിച്ചു. വീട്ടിൽ നിന്ന് വന്നു പഠിക്കുവാൻ സൗകര്യമില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ബാലമന്ദിരവും അച്ഛനോട് പണി കഴിപ്പിച്ചു. വിശുദ്ധ മിഖായേൽ മാലാഖയുടെ രൂപം സ്ഥാപിച്ച് ഈ സ്ഥാപനങ്ങൾക്കും പ്രദേശത്തിനും മൈക്കൽ ഗിരി എന്ന പേരും നൽകി. ഈ കുഞ്ഞുങ്ങളുടെ വളർച്ചയിൽ അവർ പഠിച്ചു വരുന്നത് കണ്ട് സ്വർഗത്തിലേക്ക് നോക്കി അച്ഛൻ നിരന്തരം പ്രാർത്ഥിച്ചു, സന്തോഷിച്ചു. അവരിൽ ഒരുവനായി ജീവിച്ച വന്ധ്യവൈദികൻ. ഞാനൊന്നുമല്ല, എന്നെക്കൊണ്ടൊന്നും സാധിക്കുകയുമില്ല. എന്നാൽ കർത്താവിന്റെ കൃപയാൽ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. ഈ ആപ്തവാക്യം മുറുകെ പിടിച്ച് ക്രിസ്തുപാതെ അനുപദം നടന്ന പുണ്യപുരുഷൻ തന്റെ പാവപ്പെട്ട മക്കളെ കാണുവാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ ആനക്കാൽ പെട്ടിയിൽ ജീപ്പിറങ്ങി തലച്ചുമടായി കുട്ടികൾക്കുള്ള അരിയും മറ്റും ബാലമന്ദിരത്തിലേക്ക് കൊണ്ടുവരുമായിരുന്നു. വല്യച്ഛന്റെ ഈ വരവും കാത്ത് കുരുന്നു ഹൃദയങ്ങൾ നോക്കിയിരിക്കുമായിരുന്നു. കഷ്ടപ്പാടുകളും അലച്ചിലുകളും ദാരിദ്ര്യവും നിറഞ്ഞ സുഖ സൗകര്യങ്ങൾ ഒട്ടുമില്ലാതിരുന്ന ഈ പ്രദേശത്ത് ഇവിടുത്തെ പാവങ്ങൾക്ക് വേണ്ടി തനിക്ക് കിട്ടാവുന്നതും ആകാവുന്നതുമായ എല്ലാം വേണ്ട എന്ന് വെച്ച് അവരിൽ ഒരുവനായി ജീവിച്ച വന്യവൈദികൻ. പകൽ മുഴുവനും ജാതി മത ഭേദമന്യേ ഓരോ കുടുംബങ്ങളിലേക്കും കടന്നു ചെന്ന് അവരുടെ സുഖദുഃഖങ്ങളിൽ പങ്കുചേരും. സന്ധ്യസമയം അന്ന് കണ്ടുമുട്ടിയ ഓരോ വ്യക്തികളെയും ദൈവ തിരുമുൻപിൽ സമർപ്പിച്ച് ക്രൂശിത രൂപത്തിനു മുൻപിൽ നിറകണ്ണുകളോടെ മുട്ടുകുത്തും. 29 വർഷം ജീവിച്ച ഈ മണ്ണിനോട് തന്റെ ആരോഗ്യസ്ഥിതി മോശമാകുന്നത് കണ്ട് യാത്ര പറഞ്ഞ് അച്ഛൻ ഇറങ്ങുമ്പോൾ ഇനി ഒരിക്കലും ഈ നാട്ടിലേക്ക് ഞാൻ വരില്ല എങ്കിലും എന്റെ പ്രാർത്ഥനയും എന്റെ സ്നേഹവും എന്നും നിങ്ങളോട് കൂടെ ഉണ്ടാകും. അങ്ങനെ 100 വയസ്സ് തികയാൻ 4 ദിവസം മാത്രം ബാക്കി നിൽക്കെ ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച് പ്രിയപ്പെട്ട ജോണച്ചൻ സ്വർഗത്തിലേക്ക് യാത്രയായി. ഒരുപാട് പേർക്ക് നന്മ ചെയ്തു. എല്ലാവരെയും സ്നേഹിച്ച, ആരെയും വേദനിപ്പിക്കാത്ത ആ പുണ്യവൈദികൻ ഇന്ന് സ്വർഗത്തിൽ പരിശുദ്ധ അമ്മയോടും വിശുദ്ധ യൗസേപ്പിതാവിനോടും സകല മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് എന്റെ മോളുടെ ദേഷ്യമൊക്കെ ഒന്ന് കുറയ്ക്കണം. നന്നായി പഠിച്ചേ നല്ലൊരു ഡോക്ടർ ആവണം. മക്കളോട് ക്ഷമിക്കാനല്ലേ ദൈവം മാതാപിതാക്കളെ സൃഷ്ടിച്ചിരിക്കുന്നത്. പോട്ടി
എന്തോ പോണ തെളിവ്. ಸುಮ್ಮನೆ ನಗ್ತಾಳೆ, ಕತ್ತು ನೋಡ್ತಾಳೆ, ಬಿದ್ದೆ ಬೀಳ್ತಾಳೆ.
എന്തിനാടാ നിനക്ക് ഇപ്പൊ കാശ്? എനിക്കൊരു ബൈക്ക് മേടിക്കണം. എന്റെ കൂട്ടുകാർക്കെല്ലാം ബൈക്കുണ്ട്, എനിക്കും വേണം ഒരു ബൈക്ക്. എടാ, കോവിഡിന് ശേഷം ബിസിനസ് ഒക്കെ ഭയങ്കര ഡള്ള. കടയിൽ നിന്നും കാര്യമായിട്ടൊന്നും കിട്ടണില്ല. നീ പഠിച്ച് ജോലിയൊക്കെ കിട്ടുമ്പോ നമുക്ക് ബൈക്കൊക്കെ വാങ്ങാം. അത് അന്നല്ലേ. ഇപ്പൊ എനിക്ക് ബൈക്ക് വേണം. ഇപ്പൊ ബുക്ക് ചെയ്താലും 3-4 മാസം കഴിഞ്ഞേ കിട്ടുള്ളൂ. ബാക്കി പൈസ അന്നേരം കൊടുത്താൽ മതി. എടാ മോനെ, പപ്പയുടെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടല്ലേ. അല്ലെങ്കിലും എനിക്കൊരാവശ്യം വരുമ്പോ നിങ്ങൾക്ക് പൈസ ഇല്ല. ആശയ്ക്ക് 25,000 മൊബൈൽ വാങ്ങിച്ചു കൊടുക്കാം, 50,000 കൊടുത്ത് എൻട്രൻസിന് ഇറക്കാം. എനിക്ക് മാത്രം ഒന്നുമില്ല. അതെന്താ, ഞാൻ ഈ വീട്ടിലല്ലേ? മോനെ, പപ്പയോട് ഇങ്ങനെയൊന്നും സംസാരിക്കല്ലേ. അടുത്ത ആഴ്ച ബൈക്ക് ബുക്ക് ചെയ്യാൻ 5,000 രൂപ തന്നേക്കണം. ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. മോളി, ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? എനിക്കറിയത്തില്ല. പിള്ളേരൊക്കെ ഇങ്ങനെ തുടങ്ങിയാൽ നമ്മൾ എന്നാ ചെയ്യാനാ? നമ്മുടെ വീടും കടയും പണയം വെച്ച് ഒരു ലോൺ എടുക്കാം അല്ലേ? അല്ലെങ്കിലും ആശയെ മെഡിക്കലിൽ വിടാനും പൈസ കുറച്ച് വേണ്ടേ? അങ്ങനെ ആശമോൾ ഇല്ലാത്തൊരു ക്രിസ്മസ് കടന്നുപോയി. ആ, സാരമില്ല. ഇനി എന്നാണാവോ അവള് വരിക? എടി, നീ ഇത് വായിച്ചോ? മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലെ പെൺകുട്ടികൾക്ക് രാത്രി നിയന്ത്രണം നിർത്തലാക്കിയത്. എന്ന് വെച്ചാൽ എപ്പോ വേണമെങ്കിലും ഹോസ്റ്റലിൽ വരികയും പോവുകയും ചെയ്യാമെന്ന്. അതാത്രേ ലിംഗസമത്വം. എന്താണല്ലേ ഈ സർക്കാർ എന്നാ ഇങ്ങനെയൊക്കെ തുടങ്ങുന്നേ? പെൺപിള്ളേരെ ഹോസ്റ്റൽ നിർത്തി പഠിപ്പിക്കുന്ന കാരണവന്മാരിനി തീ തിന്ന് വേണം ജീവിക്കാൻ. ഹലോ ആശമോളെ, നിനക്ക് സുഖമാണോടി? ഹലോ മമ്മി, എനിക്ക് സുഖാട്ടോ. പിന്നെ മമ്മി, എനിക്ക് അവധിയില്ല. ആകെ 2 ദിവസമാ അവധി പറഞ്ഞിരിക്കുന്നേ. ഞാനേ കൂട്ടുകാരികളുടെ കൂടെ കമ്പൈൻ സ്റ്റഡിക്ക് പോകാമെന്ന് ഓർത്തു. ഹലോ ഹലോ, അത് ആരുടെ ഫോണാടി? ആശമോൾ അമ്മച്ചി. അവൾ ഈ വർഷം ക്രിസ്മസിന് വരികയല്ലെന്ന്. അവൾക്ക് ഇത് എന്നെ പറ്റിയെന്ന് അറിയത്തില്ല. ആദ്യമൊക്കെ എല്ലാ ദിവസവും വിളിക്കുമായിരുന്നു. ഇപ്പൊ ആഴ്ചയിൽ 1 വിളിക്കൂ. വിളിച്ചാൽ തന്നെ 1-2 സെന്റൻസ് പറഞ്ഞാലായി. അവിടെ സുഖം, ഇവിടെ സുഖം, തീർന്നു വർത്തമാനം. കൊച്ചിനത്തിൽ പഠിക്കാനുണ്ടാവൂടി. അവളിപ്പോ MBBS 3-ാം വർഷമല്ലേ? പഠിക്കാനുണ്ടെന്ന് വെച്ച് വീടും വീട്ടുകാരെയും ഒക്കെ മറക്കാൻ പറ്റുമോ അമ്മച്ചി?
മരിക്കണ്ട.
പറഞ്ഞ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയേ? വല്യമ്മച്ചിക്ക് സുഖമില്ലാന്ന് പറഞ്ഞു. മിടുക്കി. ഇതെന്താണെന്നറിയാമോ കൊച്ചുകള്ളി നിനക്ക്? ഇതെന്താ, പഞ്ചസാരയാണോ? പഞ്ചസാര പോലെയുള്ളൊരു സാധനമാണ്. ഇത് ഉപയോഗിച്ചാൽ നല്ല രസമാണ്. പഠിക്കാനൊക്കെ നല്ല ഉന്മേഷം കിട്ടും. പഠിച്ചതൊന്നും മറക്കുകയുമില്ല. ആ, കുറച്ച് നിന്റെ കൂട്ടുകാരിക്കും കൊടുത്തോ. പിന്നെ അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് നല്ല കാശും വാങ്ങാം. അങ്ങനെ നമുക്ക് അടിപൊളിയായി ജീവിക്കാം. എടാ, എന്നതാടാ ഈ പൊടി? പേരൊന്നും നീ അറിയണ്ട, ഞാൻ പറയുന്നത് പോലെ കേട്ടാ മതി. ഇതെന്നടാ വല്ല മയക്കുമരുന്നുമാണോ? മയക്കുമരുന്ന് മണ്ണാങ്കട്ട. നീ ഒരു കാര്യം ചെയ്യാം. ഈ ബാഗ് നാളെ വൈകിട്ട് പാരഡൈസ് ബീച്ചിൽ എത്തിക്കണം. അയ്യോ, എനിക്കൊന്നും വയ്യ. ഇതേതോടെ ശരിക്കും മയക്കുമരുന്ന് തന്നെയാന്നാ തോന്നുന്നേ. ചിലപ്പോൾ ആയിരിക്കും. അടിപൊളിയായി ജീവിക്കണേ. ഇങ്ങനെയൊക്കെ ചെയ്യണം മോളെ. നീ പോടാ, ഞാൻ നിന്റെ അടിമയാന്നാണോ വിചാരം? പിണങ്ങാതെ മോളെ. ഓടിയാൽ എവിടം വരെ ഓടും. നീ നാളെ പാരഡൈസ് ബീച്ചിൽ ഈ ബാഗ് കൊണ്ടുപോയി കൊടുക്കും. അവിടെ ചുവന്ന പാൻസും കറുത്ത ടീഷർട്ടും ഇട്ട ഒരാൾ കാത്തു നിൽപ്പുണ്ടാവും. അയാൾക്ക് കൈമാറിയാൽ മതി. ഒരു കുഞ്ഞു പോലും അറിയില്ല. നീ പൊക്കോണം കേട്ടോ. ഈ പണിക്കൊന്നും എന്നെ കിട്ടത്തില്ല. നമുക്ക് ഇവിടെ വെച്ച് പിരിയാം. പിരിയാമെന്നോ? നീ എന്താ വിചാരിച്ചേ? ആഡംബര ഹോട്ടലുകളിൽ നിന്നെ കൊണ്ടുപോയി അടിപൊളി ചെലവ് ചെയ്തതും വില കൂടിയ വസ്ത്രങ്ങളും സമ്മാനങ്ങളും വാങ്ങിത്തന്നതും എന്തിനാണെന്നോ നീ വിചാരിച്ചേ? നിന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്നോ? അതോ നിന്റെ സൗന്ദര്യത്തിൽ മയങ്ങിയിട്ടാണെന്നോ? എടാ വൃത്തികെട്ടവനെ, നീ എന്നെ ചതിക്കുമായിരുന്നല്ലേ? നീ എന്തൊരു മണ്ടിയാ. ഫേസ്ബുക്കിൽ എന്റെ ഫോട്ടോ കണ്ടപ്പോൾ എന്റെ കൂടെ ഇറങ്ങി വന്നവളല്ലേ നീ? അന്നേരം നീ നിന്റെ വീട്ടുകാരെ ഓർത്തില്ലല്ലോ. പട്ടി, I hate you, I hate you. ഇനി നീ നിന്റെ ഫോണൊന്ന് നോക്കിക്കേ. ഞാൻ അതിലേക്ക് കുറെ ഫോട്ടോസ് ഷെയർ ചെയ്തിട്ടുണ്ട്. എല്ലാം നിന്റെ വെറൈറ്റി ഫോട്ടോകൾ, നമ്മൾ തമ്മിലുള്ളത്. അതൊന്ന് കണ്ടു നോക്ക്. എന്നിട്ട് പറ, തിരിയണോ വേണ്ടിയോന്ന്. അതോ ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യുമോന്ന്. മയക്കുമരുന്ന് മാഫിയയുടെ വലയിൽ വീണവർ തിരിച്ചുപോയ ചരിത്രമില്ല മോളെ. എന്റെ കൂടെ കട്ടയ്ക്ക് നിന്നാൽ ഇതൊന്നും ആരും അറിയില്ല. അല്ലെങ്കിൽ ഇത് ലോകം മുഴുവൻ കാണും. നിന്റെ വീട്ടുകാരും കാണും. അതോടെ നിന്റെ ജീവിതം കട്ടപ്പുക. നല്ലോണം ആലോചിച്ച് തീരുമാനിച്ചോ എന്താ വേണ്ടതെന്ന്. ഈ ഇഞ്ചക്ഷൻ എടുത്തോ, നല്ല ധൈര്യം കിട്ടും. ರೆಕಾರ್ಡ್ ಆಗೋದು.
छैया 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 चल छैया 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 चल छैया 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 चल छैया 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 चल छैया 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 सारी इश्क की छो चल छैया छैया सारी इश्क की छो चल छैया पाँव जन्नत चले चल छैया छैया पाँव जन्नत चले चल छैया चल छैया 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 ओ यार है जो खुशबू की तरह जिसकी जुबान उर्दू की तरह शाम रात में निकाले ना तो बोल मेरा सैया सैया छैया 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 चल छैया 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 चल छैया 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 चल छैया 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 गुलपोश कभी इतराए कहीं महके तो नजर आ जाए कहीं गुलपोश कभी इतराए कहीं महके तो नजर आ जाए कहीं तारीज बना के उसे आयत की तरह मिल जाए कहीं तारीज बना के उसे आयत की तरह मिल जाए कहीं गुलपोश कभी इतराए कहीं महके तो नजर आ जाए कहीं तारीज़ बना के कदमों से मेरा नगमा बोली मेरा कलमा बोली मेरा नगमा नगमा मेरा कलमा कलमा मेरा नगमा नगमा मेरा नगमा नगमा मेरा नगमा मेरा कलमा कलमा मेरा नगमा नगमा मेरा यार मिसाले आस चले पाँव के तले फिर पास चले कभी डाल डाल कभी बात बात में हवा पे ढूंढूं उसके निशान सारे इश्क की छाँव चल छैया छैया सारे इश्क की छाँव चल छैया पाँव जन्नत चले चल छैया छैया पाँव जन्नत चले चल छैया चल छैया 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 चल छैया 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 चल छैया 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 Basta
ಬಿಡಿ ನೀಚೆಗೆ ಎತ್ತು ಬಾಲ ಬಿಡಿ ನಾ ಚೆಂಪ ಮೂತಿ ಬಗೆಲ ಬಿಡಿ ತಚ್ಚು ಬಾಲ ಬಿಡಿ ಚಮಟಲ್ಲೋ ಕಡಿಸಿ ಬಗೆಲ చూపుతోనే చెప్పాలా సెట్ నీ ముందే బుద్ధి ఫ్రూట్ ఈ జింక పిల్ల వంకర నడు మెటాడిస్తారా సమట తిప్పి నీ తోడను అటాక్ కొట్టి నాకు ముందొచ్చేలా రెండో సైడు చూపించేసేరా నీకు శారీలో సోకంత షేరింగో బ్యాటింగో ఫీల్డింగో ఇక చేసే నా పైన చారంగో బసావో నటింటికే బసావో history ಬಿಡಿ ನೀಚೆಗೆ ಎತ್ತು ಬಾಲ ಬಿಡಿ ನಾ ಚೆಂಪ ಮೂತಿ ಬಗೆಲ ಬಿಡಿ ತಚ್ಚು ಬಾಲ ಬಿಡಿ ಚಮಟಲ್ಲೋ ತಡಿಸಿ ಬಗೆಲ ഞാൻ ഇന്ന് നേരത്തെ കടയിലേക്ക് പോകുന്നു. വൈകുന്നേരം ഞാൻ വരാൻ താമസിക്കും. അതുകൊണ്ട് എനിക്ക് ചോറ് പൊതിഞ്ഞു തരാമോ? ഇപ്പൊ ശരിയാക്കി തരാം. കടയിലാണെങ്കിൽ ഇപ്പൊ കച്ചവടം കുറവാ, ചെലവാണെങ്കിൽ കൂടി വരുന്നു. വീടും കടയും കൂടെ ഈട് വെച്ചെടുത്ത കടം ഇപ്പോഴും അടയ്ക്കാൻ പറ്റിയിട്ടില്ല. ബാങ്കിൽ നിന്ന് പല തവണ വിളി വന്നിട്ടുണ്ട്. എന്താ ചെയ്യണ്ടേന്ന് ഓർത്തിട്ട് ഒരു സമാധാനമില്ല. ആശമോളുടെ പഠിത്തം കഴിയുമ്പോ തമ്പുരാൻ എല്ലാത്തിനും ഒരു വഴിയുണ്ടാക്കും. പത്രം തുറന്ന കൊലപാതകവും അപകടമരണവും പീഡനവും മാത്രമേ ഉള്ളൂ. പിന്നെ നാട്ടിലെങ്ങും മയക്കുമരുന്നിന്റെ വേട്ടയും. ശരിയാ, മക്കളെ പോലും വിശ്വസിക്കാൻ കൊള്ളാത്ത കാലമാ. പണ്ടൊക്കെ 6 മണിക്ക് സന്ധ്യാമണി അടിക്കുമ്പോ പിള്ളേരെല്ലാം വീട്ടിൽ വന്ന് കുരിശുവര തുടങ്ങുമായിരുന്നു. അതെങ്ങനെയാ? ഇപ്പോൾ എല്ലാവരും ടിവിയുടെ മുന്നിലല്ലേ അന്തി ചർച്ചയും സീരിയലും കണ്ടിരിക്കുക. ഇവിടെ ഒരു ചെറുക്കനുണ്ട്, രാത്രി 10 മണി കഴിഞ്ഞാണ് അവന്റെ വരവ്. ഇത്ര സമയം അവൻ എവിടെ പോയിരിക്കുക? മയക്കുമരുന്ന് വേട്ട. കോട്ടയം മെഡിക്കൽ കോളേജ് പരിസരത്തും അതിരമ്പുഴയിലും പെൺകുട്ടികൾ അടക്കമുള്ള സംഘത്തിൽ നിന്നും വൻ മയക്കുമരുന്ന് പിടിച്ചെടുത്തു. പെൺകുട്ടികൾ അടക്കമുള്ള വിദ്യാർത്ഥികളെയാണ് മയക്കുമരുന്ന് മാഫിയ ഇരയും കരുവുമാക്കുന്നതെന്ന് പാമ്പാടി സർക്കിൾ ഇൻസ്പെക്ടർ ഫിലിപ്പ് തോമസ് പറഞ്ഞു. എന്റെ ഈശോയെ, ഈ പഠിക്കുന്ന കുട്ടികളെല്ലാം മയക്കുമരുന്നിന്റെ പിടിയിലായാൽ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഇവർക്കൊക്കെ എന്തിന്റെ കുറവുണ്ടായിട്ടാ? കഷ്ടം. അവരുടെ വീട്ടുകാരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കുമല്ലേ? ഹലോ, അതെ തോമാച്ചനാ.
അതെ. ആശ എന്റെ മോളാണ്. എന്താ സാറേ? സാറേ ഞാൻ ഉടനെ എത്താം സാറേ. ഓക്കെ സാറേ. സാർ ഞാൻ എത്തിക്കോളാം. എന്നാ ആരാ വിളിച്ചേ? എടി, പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്. പോലീസോ? എന്തു പറ്റി? കടയിൽ വല്ല കളഞ്ഞു കയറിയോ? കടയിലല്ല, നമ്മുടെ മോൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നാ പറഞ്ഞത്. എന്റെ മാതാവേ, എന്റെ കുഞ്ഞിനൊന്നും പറ്റില്ലേ? എന്റെ അന്തോണി സോണിയാളാ, എന്റെ മോളെ കാത്തോണേ. ഇല്ല, എന്റെ കൊച്ചിനൊന്നും സംഭവിക്കത്തില്ല. നമ്മൾ എല്ലാ ദിവസവും തമ്പുരാനോട് അപേക്ഷിക്കുന്നില്ലേ അവക്ക് വേണ്ടി. എന്റെ തമ്പുരാനെ ഒന്നും വരുത്തിയേക്കല്ലേ. ഞാൻ പോലീസ് സ്റ്റേഷൻ വരുന്നു ചെല്ലട്ടെ. എടാ, നീയും കൂടി വാ എന്റെ കൂടെ. എന്റെ ശരീരം ഇങ്ങനെ തളരണ പോലെ. വരൂ, കുറച്ച് മധുരം കഴിക്കൂ. ഇന്ന് എസ് ഐ സാറിന്റെ ബർത്ത്ഡേയാ. സാറേ, എസ് ഐ സാറുണ്ടോ? സാറ് വരുന്നുണ്ട്. സാറേ, ഞാൻ തോമാച്ചൻ. തോമാച്ചൻ സാറ് വിളിച്ചിരുന്നു. തോമാച്ചൻ പറയൂ. എന്താ സാർ എന്റെ മോൾക്ക് പറ്റിയത്? വിവരം അറിഞ്ഞത് മുതല് വീട്ടിലെല്ലാവരും വിഷമിച്ചിരിക്കുക. പറയൂ സാറേ, എന്റെ മോൾക്ക് എന്താ പറ്റിയത്? അവൾ ഡോക്ടർ ആവാൻ പഠിക്കുന്ന കുട്ടിയാണ്. ഇത് അവളുടെ 3-ാം വർഷമാണ് സാറേ. ഓഹോ, എന്നിട്ടാണോ ഇങ്ങനെയൊക്കെ ഉണ്ടായത്? എന്താ സാറേ? സാറേ, എനിക്കൊന്നും മനസ്സിലാവണില്ല. നിങ്ങളുടെ മോളെ പാരഡൈസ് ബീച്ചിന്റെ പരിസരത്ത് സംശയാതീതമായി കണ്ടുമുട്ടി. അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്നവരെ കണ്ടത്. കൂടെ 2-3 പയ്യന്മാരുണ്ടായിരുന്നു. ചോദ്യം ചെയ്തപ്പോ അതിലൊരുത്തൻ പോലീസിന് നേരെ തട്ടിക്കയറി. നിങ്ങളുടെ മോളുടെ കയ്യിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നു. അത് പരിശോധിച്ചപ്പോ അതിൽ നിന്നും മയക്കുമരുന്ന് കിട്ടി. സാറേ, എന്റെ മോള് ആശയെ കുറിച്ചാണോ സാർ ഈ പറയണത്? സാറിന്റെ പെങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇത് നിങ്ങളുടെ മോളല്ലേ? അവിടെ നിന്ന് അയച്ചതെന്നാണ്. ചോദ്യം ചെയ്യലിൽ അവർക്ക് മനസ്സിലായി നിങ്ങളുടെ മോൾ നിരപരാധിയാണ്. അവരെല്ലാവരും കൂടി അവളെ ട്രാപ്പിലാക്കിയതാണ്. സ്നേഹം നടിച്ച് അതിലൊരുവൻ അവളെ ചതിച്ചതാണ്. ഇവരെ പോലുള്ളവർ പെൺകുട്ടികളെ സ്നേഹം നടിച്ച് പാട്ടിലാക്കുന്നു. എന്നിട്ട് ഇവരെ ഉപയോഗിച്ച് അവർ കാശുണ്ടാക്കുന്നു. ഇതെല്ലാം നമ്മൾ പത്രങ്ങളിലും വാർത്തകളിലും ഒക്കെ നിത്യേന കാണുകയും വായിക്കുകയും ചെയ്യുന്നതല്ലേ? ഇതൊന്നും മനസ്സിലാക്കാതെ കഷ്ടം. എന്നിട്ട് എന്റെ മോൾ എവിടെയാ സാറേ? എന്റെ മോൾക്ക് എന്താ പറ്റിയത്? എന്റെ മോള് ആശുപത്രിയിലാണെന്നാണല്ലോ പറഞ്ഞത്. എന്താ പറ്റിയ അവൾക്ക് സാറേ? എന്റെ മോള് അത് പിന്നെ അവരെല്ലാവരെയും പോലീസ് ജീപ്പിൽ കൊണ്ടുപോകുമ്പോ വരുന്ന വഴി അവൾ ജീപ്പിൽ നിന്ന് എടുത്ത് ചാടി. ഇപ്പോ പോണ്ടിച്ചേരി മെഡിക്കൽ കോളേജിലാണെന്നാണ് അവളെ വിളിച്ചു പറഞ്ഞത്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇന്ന് തന്നെ പോണ്ടിച്ചേരിക്ക് പോവാം. നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് വിളിച്ചാൽ മതി. போட்டு விடுவீங்க எப்படியே நாடகத்தை முடிக்க போறாங்கன்னு நினைக்கிறேன். ஒரே அழகு கரைச்சலா இருக்குமே. நல்ல வேலை மழை பெஞ்சனால குளிர்ல. തോമാച്ചൻ തിരിച്ചു വന്നോടി? ഇല്ലേ ആച്ചാ, ഞാനിവിടെ പോയേക്കായിരുന്നു. ഇവിടെ ഇരുന്നിട്ട് ഒരു മനസ്സമാധാനവും ഇല്ല. നീ അവനൊന്ന് വിളിച്ചു നോക്കിയേ. ഞാൻ ഒരു 100 പ്രാവശ്യം വിളിച്ച അമ്മജി,
ചേച്ചി, മണിയടിച്ച് തീരുന്നതല്ലാതെ പപ്പ ഫോൺ എടുക്കുന്നില്ല. അനീഷ് അവന്റെ കൂടെ പോയതല്ലേ, അവന്റെ ഫോണിലേക്ക് വിളിക്കി. അവന്റെ ഫോണിലും വിളിച്ചു, സ്വിച്ച് ഓഫ് ആണെന്ന്. പോലീസ് എന്തിനാ വിളിപ്പിച്ചേ? മോളി, നിന്റെ താലിമാല എഴുത, പിന്നെ 2-3 ജോഡി ഡ്രസ്സും എടുത്തോ. എന്നതാ പറ്റിയെന്ന് എന്നോടൊന്ന് പറ. ചാച്ച, നമ്മുടെ കൊച്ച് ആശമോക്ക് എന്നാ പറ്റിയതാടാ? എന്താ പറ്റിയെന്ന് അറിയില്ല ചാച്ച. പോണ്ടിച്ചേരിയിലെ ഒരു മെഡിക്കൽ കോളേജിലാന്നാ SI സാറ് പറഞ്ഞത്. ഞാനും അനീഷും അങ്ങോട്ടൊന്ന് പോവുകയാണ്. ഇനി വല്ല ഫുഡ് പോയിസൺ ആയിരിക്കുമോ? ആ, അങ്ങനെ ആയിരിക്കില്ലെന്നാ എന്റെ പ്രാർത്ഥന. ഫുഡ് പോയിസൺ ആണെങ്കിൽ എന്തിനാ പിന്നെ പോലീസ് വിളിപ്പിക്കുന്നത്? നിന്റെ മുഖം കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നു. എന്നതാ ഉണ്ടായെന്നൊന്ന് പറയണ്ട കൊച്ചേ. എന്തു വേണേലും സഹിക്കാൻ ഈ ചാച്ചൻ മനസ്സുകൊണ്ട് തയ്യാറാണ് മാനെ. നമ്മുടെ പൊന്നു മോള് മയക്കുമരുന്നിന് അടിമയാണ് ചാച്ച. മയക്കുമരുന്ന് വിറ്റതിന് അവളെ പോലീസ് പിടിച്ചു. ഇല്ല, എന്റെ മോൾ അങ്ങനെയൊന്നും ചെയ്യുകയല്ല. അവളെ ആരെങ്കിലും ചതിച്ചതാ. അറിഞ്ഞുകൊണ്ട് എന്റെ കൊച്ചങ്ങനെ ചെയ്യുകയല്ല. അറിഞ്ഞുകൊണ്ടായിരിക്കില്ല എന്റെ കൊച്ച്, അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യില്ല. അതുകൊണ്ടല്ലേ അവള് പോലീസ് പിടിച്ചപ്പോ അവള് ജീപ്പിൽ നിന്ന് എടുത്ത് ചാടി. ഇപ്പോ ആശുപത്രി ICUവിലാ. ജീവൻ ബാക്കിയുണ്ടോ എനിക്കറിയില്ല ചാച്ച. പപ്പ വാ, ഇനി ഒട്ടും താമസിക്കണ്ട.